ജനുവരി 22-ന്റെ ചരിത്ര നിമിഷത്തിനായി ലോകം കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാംലല്ലയ്ക്ക് ഇപ്പോഴാണ് സ്ഥിരം വാസസ്ഥലമായത്. 17,000 കോടി രൂപയുടെ പദ്ധതികളാണ് അയോധ്യയിൽ നടപ്പാക്കുന്നത്. അയോധ്യയിലെ ജനങ്ങൾക്ക് ഇത് അഭിമാന നിമിഷമാണെന്നും വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി. മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളമെന്നാണ് പേര് നൽകിയിരിക്കുന്നത്. आज यहां 15,000 करोड़ रुपए से अधिक के विकास कार्यों का शिलान्यास और लोकार्पण हुआ है। इंफ्रास्ट्रक्चर से जुड़े ये काम आधुनिक अयोध्या को देश के नक्शे पर फिर से गौरव के साथ स्थापित करेंगे। അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ, മുമ്പ് എങ്ങനെ ഗുജറാത്ത് മോഡൽ വികസനം മുന്നോട്ട് വെച്ചോ അല്ലെങ്കിൽ അതിനേക്കാളേറെ പ്രചാരണം നൽകുന്നു? അയോധ്യ എന്നത് വികസനവും വിശ്വാസവും എല്ലാം ചേർന്നുകൊണ്ട് BJPയുടെ ഒരു പ്രചാരണ വേദിയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഗോകുൽ. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ മുതൽ സ്വീകരിച്ച അഥവാ റോഡ് ഷോ മുതലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നൽകുന്നതായിരുന്നു. വിശ്വാസം ഉണ്ട്, അതിനൊപ്പം വികസനം അനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. രാമൻ രാജ്യത്തിന്റെ പ്രതീകമാണ്. ലോകം തന്നെ 22-ാം തീയതി നടക്കുന്ന ഈ ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അയോധ്യ വിമാനത്താവളം ലോകത്തെ അയോധ്യയുമായി ബന്ധിപ്പിക്കും. അയോധ്യയിലേക്ക് വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകും. അയോധ്യ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കാണാത്ത വലിയ വികസന പ്രവർത്തികളാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അയോധ്യയെ വികസിപ്പിക്കുക എന്നുള്ളത് എല്ലാ വിധത്തിലും രാജ്യത്ത് മേന്മ നൽകുന്ന ഒരു ഘടകമായിരിക്കും. വികസനം എന്ന അജണ്ടയിലാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യത്തിന്റെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളും പാരമ്പര്യവും മുറുകെ പിടിക്കാനായി തങ്ങൾ ശ്രമിക്കും എന്നതുൾപ്പെടെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം കൂടി നൽകുന്ന പ്രസ്താവനകളായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും പുതുതായി പണി കഴിപ്പിച്ച അന്താരാഷ്ട്ര വിമാനത്താവളവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. അദ്ദേഹം റോഡ് ഷോ നടത്തിയ ഘട്ടത്തിൽ റോഡിന് ഇരുവശവും വലിയ ജനസഞ്ചയമാണ് ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് വന്നത്. നിരവധി BJP പ്രവർത്തകരും പങ്കെടുത്തു. ഇന്നു മുതൽ 22 വരെ നീളുന്ന വിപുലമായിട്ടുള്ള വിവിധ പരിപാടികൾ അടക്കമാണ് ഈ രാമക്ഷേത്രം. ഏതായാലും BJPയുടെ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിന്റെ തുടക്കം എന്ന നിലയിൽ തന്നെയാണ് അയോധ്യയിലെ ഓരോ പരിപാടികളെയും കാണുന്നത്. അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. വികസനവും വിശ്വാസവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അയോധ്യ അതിന് പറ്റിയ ഒരു പ്രചാരണ വേദി കൂടിയായി മാറുന്നുണ്ട് BJPക്ക്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് നടത്തുകയും ചെയ്തത്.